ഹായ്, എല്ലാവർക്കും നമസ്കാരം. മനു വ്ളോഗ് 8 പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ ഇട്ടിട്ട് നല്ല തിരക്കാണ്. ജോലി സംബന്ധമായി ഒരുപാട് തിരക്കുകൾ കാരണം പുറത്തേക്കൊന്നും പോകാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നൊരു വീക്കെൻഡായിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഇന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, IVCCയുടെ വളരെ മനോഹരമായ ഒരു ഫുട്ബോൾ മത്സരം ഹൂറ ഈ എക്സിബിഷൻ റോഡിൽ നമ്മുടെ ഗോസി കോംപ്ലക്സിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ആ മത്സരം ഒന്ന് കാണണം. അതുപോലെ വീക്കെൻഡായിട്ട് ഒന്ന് ഫ്രണ്ട്സുമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം. അപ്പം ആ ഒരു വീക്കെൻഡ്, ഞങ്ങളൊരു വീക്കെൻഡിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോ കൂടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ IVCCയുടെ മനോഹരമായ ഫുട്ബോൾ മത്സരം ജനുവരി 30-31, അതായത് ഇന്നും നാളെയായിട്ട് നടക്കുന്നുണ്ട്. 8 അംഗങ്ങൾ, 8 പ്രൊഫഷണൽ ടീം അടങ്ങുന്ന ഫുട്ബോൾ മത്സരം, വലിയൊരു മത്സരമാണ് ഈ ഊറ ഗോസി കോംപ്ലക്സിൻ്റെ ബാക്കിലുള്ള വലിയ ഗ്രൗണ്ടിൽ നടക്കുന്നത്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഫുട്ബോൾ മത്സരം കാണണം. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മനോഹരമായ ഒരു വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ബഹറിൽ രാവിലെ മുതൽ നല്ല മഴയാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ 1-2 സെക്ടറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. നല്ല തണുപ്പും കൂടെയാണ്. അപ്പോൾ ഒരു ഓപ്പൺ ഗ്രൗണ്ടിലാണ് ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം 9 മണി തൊട്ട് രാത്രി 12:30 വരെ നടക്കുന്ന മനോഹരമായ മത്സരങ്ങളാണ് ഇന്നും നാളെയായിട്ടാണ് നടക്കുന്നത്. ഫൈനലാണ് നാളെ ഉള്ളത്. അപ്പോൾ ആ മത്സരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്ലബിലേക്ക് പോകാൻ പോവാണ്. ഉമ്മലസത്തുനിന്ന് യാത്ര തിരിക്കുകയാണ്. ഊറ ക്ലബിലെ മനോഹരമായ ഫുട്ബോൾ മത്സരം കാണുക. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരിക. ഇതാണ് പ്ലാന്. അപ്പോൾ നമ്മുടെ മനോഹരമായ ഒരു വീക്കെൻഡാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ല തണുപ്പാണ്, അതിനുപരി നല്ല കാറ്റാണ്. നമ്മൾ ഈ ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. നേരത്തെ കിച്ചുമോൻ്റെ സൈറോ ക്ലബിൻ്റെ കോപ്പ സൈറോയുടെ മത്സരം ഈ ഗ്രൗണ്ടിലായിരുന്നു നടന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ ഉമ്മരസത്ത് നേരെ ജുഫേർ വഴിയാണ് ഊറയിലുള്ള എക്സിബിഷൻ റോഡിലുള്ള ആ ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇത്തിരിയും കൂടെ ഫാസ്റ്റായിട്ടുള്ളൊരു റോഡ്. അപ്പോൾ നമ്മൾ പിന്നെ അതിലെയൊക്കെ വഴി പോവുകയാണെങ്കിൽ നല്ല ട്രാഫിക്കാണ്. പ്രത്യേകിച്ച് ഇന്നൊരു വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് നല്ല ട്രാഫിക്ക് കാണുവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ജുഫേർ വഴി നമുക്കൊന്ന് പോയി നോക്കാം. എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് അറിയത്തില്ല. അവിടെയും ട്രാഫിക് ആണെങ്കിൽ നമ്മൾ പെടും. രാവിലെ മഴ പെയ്തുകൊണ്ട്, വലിയ മഴയൊന്നുമല്ല, ചെറിയ ചാറ്റൽ മഴ പെയ്തുകൊണ്ട് വണ്ടിയുടെ ഗ്ലാസ് മൊത്തം ഇങ്ങനെ മണ്ണും ചെളിയൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഉമ്മലസത്തെ ഫസ്റ്റ് സിഗ്നലിൽ പെട്ടുകിടക്കുകയാണ്. ജുഫേറിലേക്കല്ല, നമ്മൾ ജുഫേർ റോഡിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഈ രാവിലെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിട്ട് നല്ല തണുപ്പും കൂടെ ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. ഇതൊരു ഓപ്പൺ ഗ്രൗണ്ടാണ്. അപ്പോൾ ആ ഗ്രൗണ്ടിലേക്ക് നമ്മൾ എത്തണം. സമയം 9 മണിയായി. 9 മണിക്കാണ് ഫസ്റ്റ് കളി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ലേറ്റായിട്ടേ എത്തത്തുള്ളൂ. 9:30-ക്കുള്ള രണ്ടാമത്തെ മാച്ചെങ്കിലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോണത്. അപ്പോൾ നമുക്ക് സിഗ്നൽ ഓപ്പണായി കിട്ടി. ഇനി നമ്മൾ ജുഫേറിലേക്കുള്ള റോഡിൽ, മിനാ സൽമാൻ റോഡിലേക്ക് തിരിയുവാണ്. ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. വീക്കെൻഡ് ആയതുകൊണ്ട് എന്തായാലും നല്ല തിരക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഹാഡിയേഴ്സ്, നമ്മളിപ്പം ഹൂറയിലുള്ള എക്സിബിഷൻ റോഡിലുള്ള ആ ഗ്രൗണ്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ നമ്മൾ ഹൈവേ വഴി പോകാമെന്നുള്ള തീരുമാനത്തിലാണ് എത്തിയത്. അപ്പോൾ ഇവിടെയും എന്തായാലും നല്ല തിരക്കുണ്ട്. നമ്മൾ അതില്യ മനാമ വഴി പോയാലും അവിടെയും നല്ല തിരക്കുകളുണ്ട്. അപ്പോൾ ഇന്ന് വീക്കെൻഡായിട്ട് എല്ലാ ഭാഗത്തും തിരക്കുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ജുഫേർ ഏരിയയിൽ, ഈ മിനാ സൽമാൻ ഭാഗത്തൊക്കെ ഒരുപാട് ഈ ലിക്കർ ഷോപ്പുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പുറത്തുള്ള ആൾക്കാരൊക്കെ ഈ ഭാഗത്തേക്ക് വരുന്നത് മൂലമാണ് ഈ ഒരു ഏരിയയിൽ ഇത്രയും ഒരു ക്രൗഡ് അനുഭവപ്പെടുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ തിരക്കുകൾ കാണത്തില്ലെന്നാണ് വിചാരിക്കുന്നത്. കാര്യം ഇപ്പം ഇത് ജുഫേറിലേക്കുള്ളൊരു പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം തിരക്കാണ്. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എന്തുവാലും ഈ റോഡിൽ വന്ന് പെട്ടുപോയി. ഇപ്പോൾ 9 മണിക്കാണ് നമ്മുടെ ഫസ്റ്റ് മാച്ച് അവിടെ നടക്കുന്നത്. ഇന്ന് 4ഓളം മാച്ചുകൾ ആണ് ആ ഒരു ഗ്രൗണ്ടിൽ നടക്കുന്നത്. ഇന്ന് നാളെയായിട്ടാണ് IVCCയുടെ 2025 പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത്.
നമ്മളിപ്പോൾ ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജാഫർ ഫാർമസി. ഈ റോഡിൽ നിന്ന് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ ഗോസി മാളിൻ്റെ ബാക്കിലാണ് വരുന്നത്. ആ കാണുന്ന ഭാഗത്താണ് ഇന്ന് ഈ മത്സരം നടക്കുന്ന ഈ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 400 മീറ്ററോളം മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഗ്രൗണ്ട് എത്തിച്ചേരും. ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മളെ ഗോസി മാളിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളുള്ള ഒരു വലിയൊരു ഗ്രൗണ്ട് തന്നെയാണ്. നമ്മളെ ഗോസി മാളിൻ്റെ ബാക്ക് സൈഡിൽ ഓപ്പൺ ഗ്രൗണ്ടിൽ വേണമെങ്കിൽ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ച് മുന്നിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെയും ഇടതുഭാഗത്തും വലതുഭാഗത്തുമായിട്ട് ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളുള്ള ഗ്രൗണ്ടുകളുണ്ട്. ഒരുപാട് തവണ ഞാൻ ഈ ഗ്രൗണ്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അച്ചുവിൻ്റെയും കിച്ചുവിൻ്റെയും കോപ്പാസാരയുടെ മത്സരങ്ങളൊക്കെ നടന്നത് ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു. അതൊക്കെ രാവിലെ ആയിരുന്നു ആ മത്സരങ്ങളൊക്കെ നടന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രൊഫഷണൽ മത്സരങ്ങളും ഈ ഗ്രൗണ്ടിൽ നടന്നിട്ടുണ്ട്. എന്തായാലും IVCCയുടെ ഭാഗമായിട്ട് നടത്തുന്ന പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങളാണ് ജനുവരി 30-31 ദിവസങ്ങളിൽ ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത്. ഏകദേശം 8ഓളം പ്രൊഫഷണൽ ടീമംഗങ്ങളാണ് ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇന്ന് 4 മത്സരങ്ങളാണ് നടക്കുന്നത്. 9 മണിക്കാണ് മത്സരം തുടങ്ങേണ്ടിയിരുന്നത്. അത് പോസ്റ്റ്പോൺ ചെയ്ത് 10:30 ആക്കിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളിപ്പോൾ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്ന് മനോഹരമായ ഈ ഗ്രൗണ്ടിലാണ് ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. ഒരുപാട് ഫുട്ബോൾ പ്രേമികളാണ് ഈ മത്സരങ്ങൾ കാണുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ അതിനുപരി നല്ല തണുത്ത കാറ്റുണ്ട്. ഇതൊക്കെ വകവയ്ക്കാതാണ് ഈ വാശിയേറിയ മത്സരങ്ങൾ കാണുവാൻ വേണ്ടി ബഹറിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഫുട്ബോൾ പ്രേമികളൊക്കെ ഈ ഗ്രൗണ്ടിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 4ഓളം മത്സരങ്ങളാണ് ഈ ഗ്രൗണ്ടിൽ നടക്കുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോയായി മാറും. അതുകൊണ്ട് എന്തായാലും 1-2 മത്സരങ്ങളുടെ പൂർണ്ണമായ രൂപമോ അല്ലെങ്കിൽ പ്രസക്തോ ഭാഗങ്ങളൊക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കാം. എന്തായാലും ഈ മത്സരങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ബഹറിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ഫുട്ബോൾ പ്രേമികളാണ് ഈ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. സമയം 10:15 ആയതേ ഉള്ളൂ. 10:30 മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത്. ഫസ്റ്റ് മത്സരം നടക്കുന്നത് മറീന FCയും സ്കോർപിയൻ FCയും തമ്മിലാണ്. ഈ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ബഹറിലെ സാമൂഹ്യ പ്രവർത്തകരും പ്രമുഖ വ്യക്തിത്വങ്ങളും അതുപോലെ തന്നെ മെമ്പർ ഓഫ് പാർലമെൻറ്റൊക്കെ ഒരു MP ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ വെച്ചിട്ടാണ് ഈ ഉദ്ഘാടനം നടത്തുന്നത്. അതുപോലെ തന്നെ നാളത്തെ വിജയികൾക്ക്, നാളെയാണ് സെമി ഫൈനലും പിന്നെ അതുപോലെ തന്നെ ഫൈനലൊക്കെ ഉള്ളത്. ആ നാളത്തെ വിജയികൾക്ക് കൊടുക്കേണ്ട ട്രോഫികളും അതുപോലെ തന്നെ അവരുടെ പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1ാം സമ്മാനമായിട്ട് ഈ വലിയ ട്രോഫിയും അതുപോലെ തന്നെ $210 കൊടുക്കുന്നത്. റണ്ണറപ്പിനും അതുപോലെ ക്യാഷ് പ്രൈസും ട്രോഫിയൊക്കെ ഉണ്ട്. എന്തായാലും വാശിയേറിയ മത്സരങ്ങളാണ്. ഈ വാശിയേറിയ മത്സരങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരാണ് ഈ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. സമയം 10:30 മണിക്ക് തന്നെ, കൃത്യം 10:30 മണിക്ക് തന്നെ ഈ ഒരു മത്സരം തുടങ്ങും. എന്തായാലും ആദ്യത്തെ മത്സരം മറീന FCയും അതുപോലെ തന്നെ സ്കോർപിയൻ FCയുമാണ്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ മാക്സിമം ഞാൻ ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ മാക്സിമം ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം.
IVCC ബഹ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 8ഓളം പ്രൊഫഷണൽ ടീമംഗങ്ങളാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യത്തെ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ മത്സരത്തിൽ മറീന FC-യും അതുപോലെ തന്നെ സ്കോർപിയൻ FC-യും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 3ഓളം കളി ഇന്ന് തന്നെയുണ്ട്. ഇതിൽ ജയിക്കുന്ന ആൾക്കാരാണ് നാളത്തെ സെമി ഫൈനലിലും ഫൈനലിലൊക്കെ പങ്കെടുക്കുന്നത്. വാശിയേറിയ ഒരു മത്സരമാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെ നാനാഭാഗങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മത്സരം കാണുന്നതിന് വേണ്ടിയിട്ട് ബഹ്റിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ഫുട്ബോൾ പ്രേമികളൊക്കെ ഈ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും വാശിയേറിയ ഒരു മത്സരമാണ് ഈ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൊഫഷണൽ ടീമംഗങ്ങളാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. IVCC ബഹ്റൈൻ സംഘടിപ്പിച്ച പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ആദ്യത്തെ മത്സരത്തെ കളി അവസാനിക്കുമ്പോൾ രണ്ടു പേർക്കും ഗോളൊന്നും നേടുവാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും 0-0 കളി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ റെഫറി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ മറീന FC സ്കോർപിയൻ FCക്കെതിരെ ഒരു ഗോള്
നേടുകയുണ്ടായി, ലീഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ എന്തായാലും ആദ്യത്തെ കളിയിൽ മറീന FC വിജയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി 3 കളികളുണ്ട്. ആ കളികളെ അതിലെ മത്സരാർത്ഥികളെ ബേസ് ചെയ്തിട്ടായിരിക്കും നാളത്തെ സെമി ഫൈനലും ഫൈനലൊക്കെ തീരുമാനിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.